ഒരു കിടാവ് ജനിക്കുന്നു. എന്ത് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? ആരോഗ്യമുള്ള ഒരു പൊമ്പീജവും അണ്ടവും തമ്മിൽ സംയോജിച്ച് ഒരു ഭ്രൂണമായി അതൊരു പശുക്കുട്ടിയോ കാളക്കുട്ടനോ ആയി രൂപാന്തരപ്പെടുന്നതിന് പിന്നിൽ ഒട്ടേറെ കടമകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കൃത്രിമ ബീജാദാനം. അനുയോജ്യരായ വിത്ത് കാളകളിൽ നിന്ന് കൃത്രിമമായി ബീജം ശേഖരിച്ച് പല ഘട്ടങ്ങൾ കടന്ന് മതിലക്ഷണമുള്ള ആരോഗ്യമുള്ള ഒരു പശുവിൻ്റെയോ കിടാരിയുടെയോ ഗർഭാശയത്തിലേക്ക് അത് നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് കൃത്രിമ ബീജാദാനം. വർഷത്തിൽ ഒരു പ്രസവമാണ് ഉത്തമം. അതുപോലെ തന്നെ മതിലക്ഷണങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പ്രായമല്ല ആധാരം, മറിച്ച് ശരീരഭാരമാണ്. എന്തൊക്കെയാണ് മതിലക്ഷണങ്ങൾ? ഈറ്റം തടിക്കൽ, ഈറ്റത്തിൽ നിന്ന് മുട്ടയുടെ വെള്ള പോലെ തെളിഞ്ഞ ദ്രാവകമൊഴുക്ക്, കരച്ചിൽ, മറ്റു പശുക്കളുടെ പുറത്ത് കയറുക, കയറാനായി നിന്നു കൊടുക്കുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മതിലക്ഷണങ്ങൾ. മതിചക്രം ശരാശരി 21 ദിവസം നീണ്ടു നിൽക്കും. മതിയുടെ അവസാന ഭാഗത്താണ് നമ്മൾ ബീജാദാനം നടത്തുന്നത്. നീണ്ടു നിൽക്കുന്ന മതിയാണെങ്കിൽ ചിലപ്പോൾ 2 പ്രാവശ്യം ചെയ്യേണ്ടി വന്നേക്കാം. ചില പരിപാലന മുറകളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പശുവിൻ്റെ ശരീരം തണുപ്പിക്കുക, വിശ്രമം കൊടുക്കുക, ഭയപ്പെടുത്താതിരിക്കുക, അധികം ചൂട് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. തീറ്റക്രമവും ശ്രദ്ധിക്കണം. ഗർഭധാരണത്തിനും ഗർഭം നിലനിർത്തുന്നതിനും ശരിയായ അളവിൽ കാലിത്തീറ്റയും പച്ചപ്പുല്ലും നൽകുക. ഗർഭപരിശോധന നമുക്ക് 60 മുതൽ 70 ദിവസങ്ങൾക്കുള്ളിൽ നടക്കണം. ചില മിഥ്യാധാരണകളും നിലവിലുണ്ട്. കിടാരികൾ മതിലക്ഷണം കാണിക്കാൻ ബീജാദാനം നടത്താം. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ബീജം കൊണ്ട് കുത്തിവെച്ചാൽ നിരക്ക് കൂടും. ബീജാദാനത്തിന് ശേഷം പശുവിനെ കിടത്തരുത്. ഗർഭപരിശോധന നടത്തിയാൽ ഗർഭം അലസും. ബീജാദാനത്തിന് ശേഷം ഈറ്റത്തിൽ നിന്ന് രക്തമൊഴുകുന്നത് ഗർഭം അലസുന്നത് കൊണ്ട് തുടങ്ങിയ ഒട്ടേറെ മിഥ്യാധാരണകൾ നിലനിൽക്കുന്നു. ഇവയ്ക്കൊന്നും യാതൊരു